ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ലോബിയായിരുന്നു ഇസ്രായേൽ. അവർക്ക് കോൺഗ്രസ് മേൽ സമ്പൂർണ്ണ നിയന്ത്രണമുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല. അതിലെനിക്ക് തെല്ല് അത്ഭുതവുമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്കുകളാണിത്. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന യുദ്ധമാണ് അതിന് കാരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന്റെ പ്രശസ്തിക്ക് അത് കോട്ടം വരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ സൈന്യം എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണം എന്ന് കൂടി ട്രംപ് കൂട്ടിച്ചേർക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിന് സകല ഒത്താശയും ചെയ്ത് കൂട്ടുനിന്ന് 2 മാസങ്ങൾക്ക് ഇപ്പുറമായിരുന്നു ട്രംപിന്റെ ഇത്തരം ഒരു പ്രഹസനം. ഇസ്രായേൽ ലോബിക്ക് വശംവദനാകുന്നില്ലെന്ന് കാണിക്കാനുള്ള സൂത്രം അത് മാത്രമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇറാൻ വീണ്ടും ആക്രമിക്കപ്പെടുകയും ലോകക്രമം താറുമാറാകുകയും പരിഹാരം കാണാനാകാതെ ട്രംപ് പരാജിതനായി നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: US-ലെ ഇസ്രായേൽ ലോബി എക്കാലത്തേക്കാളും ശക്തമാണ്. ഒരു രാജ്യത്തിന്റെ ഭരണ നയ സംവിധാനത്തെയും നയരൂപകർത്താക്കളെയും സ്വാധീനിച്ചുകൊണ്ടാണ് ലോബികൾ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള ലോബിയിങ് നിയമപരമായി അനുവദിക്കപ്പെട്ട രാജ്യമാണ് US. അവിടെയുള്ള ലോബികളിൽ മറ്റാരെക്കാളും സമർത്ഥരാണ് ഇസ്രായേൽ ലോബികൾ. US വിദേശ നയത്തെ സ്വാധീനിക്കാൻ ഇസ്രായേൽ ഒട്ടനവധി പ്രത്യേക സംഘടനകളും രൂപീകരിച്ചിട്ടുണ്ട്. കോൺഫറൻസ് ഓഫ് പ്രസിഡന്റ്സ് ഓഫ് മേജർ ജൂയിഷ് ഓർഗനൈസേഷൻസ്, അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി അഥവാ AIPAC എന്നിവയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കോൺഗ്രസിലും സർക്കാരിലും മാധ്യമ മേഖലയിലുമെല്ലാം നിർണായക സ്വാധീനമുണ്ട് ഈ ലോബികൾക്ക്. സ്വന്തം താല്പര്യങ്ങൾക്കനുസൃതമായി പ്രസിഡന്റിനെ വരെ ചലിപ്പിക്കാൻ ശേഷിയുള്ള സംഘമായാണ് അവയുടെ പ്രവർത്തനം. സമ്മർദ്ദം, പ്രലോഭനം, ഫണ്ടിംഗ്, ഭീഷണി എന്നിങ്ങനെ പല വിധത്തിലാണ് അവയുടെ ഓപ്പറേഷൻ. തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും ഒക്കെ വൻതുക സംഭാവന നൽകിയാണ് വശത്താക്കുന്നത്. അവർ തെരഞ്ഞെടുക്കപ്പെടുന്നതോടെ സർക്കാർ തലത്തിൽ ഇസ്രായേൽ താല്പര്യങ്ങൾ കൂടിയാണ് സംരക്ഷിക്കപ്പെടുക. US-ൽ മാത്രമല്ല, US-ന് നിർണായക സ്വാധീനമുള്ള രാജ്യാന്തര സംഘടനകൾ വരെ കാര്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായിരുന്നു. ഇസ്രായേൽ രൂപീകരിച്ച നാൾ മുതൽ ലോകരാജ്യങ്ങൾക്കിടയിൽ അവരുടെ ഏറ്റവും വലിയ സംരക്ഷകൻ US ആണ്. യുദ്ധമോ ഉപരോധമോ തുടങ്ങി ഇസ്രായേലിന്റെ സകല തെമ്മാടിത്തരങ്ങൾക്കും അന്നും ഇന്നും തുണ നിൽക്കുന്നതും US തന്നെയാണ്. രാജ്യാന്തര തലത്തിൽ എന്തൊക്കെ വിമർശനം ഉയർന്നാലും, ഐക്യരാഷ്ട്രസഭയിൽ എത്രയൊക്കെ പ്രമേയം വന്നാലും വീറ്റോ അധികാരമുള്ള US-ന്റെ തണലിൽ ഇസ്രായേൽ സുരക്ഷിതമാണ്. ആ സുരക്ഷിതത്വമാണ് ഇറാഖിലേക്കും സിറിയയിലേക്കും ലെബനനിലേക്കും പലസ്തീനിലേക്കും ഇറാനിലേക്കും എല്ലാം മിസൈൽ തൊടുക്കാനും വംശഹത്യ നടത്താനും ഇസ്രായേലിന് ധൈര്യം പകരുന്നത്. US സകല യുദ്ധങ്ങളും തുടങ്ങുന്നതും തുടരുന്നതും ഇസ്രായേലിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് US അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും അതൊന്നും അവസാനിക്കാത്തത്. രാജ്യാന്തര സമൂഹത്തിലെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി US സമാധാന മാർഗം തേടിയാൽ പോലും അന്തിമ ഫലം ഇസ്രായേലിന് അനുകൂലമായിരിക്കും എന്നതാണ് ചരിത്രം. ഇറാൻ യുദ്ധത്തിന്റെ കാര്യത്തിലും അതുതന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എന്തുകൊണ്ട് ആക്രമിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ട്രംപ് എത്ര കാരണങ്ങൾ പറഞ്ഞത് എത്രയോ തവണ മാറ്റി പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെ. യാതൊരു നിശ്ചയവുമില്ലാത്ത മറുപടികൾ. പക്ഷേ ട്രംപ് പറഞ്ഞില്ലെങ്കിലും നാഷണൽ കൗണ്ടർ ടെററിസം സെന്റർ സ്ഥാനം രാജിവെച്ച ജോ കെന്റ് യഥാർത്ഥ കാരണം പറഞ്ഞു. ഇറാൻ US-ന് ഭീഷണിയൊന്നും ഉയർത്തിയിട്ടില്ല. ഈ യുദ്ധം US-ന് വേണ്ടിയല്ല, ഇസ്രായേലിന് വേണ്ടിയാണ്. ഇസ്രായേലിന്റെയും അവരുടെ US ലോബിയുടെയും സമ്മർദ്ദം മൂലമാണ് യുദ്ധം ആരംഭിച്ചത്. ഇസ്രായേലിന് വേണ്ടി US പണവും സൈനികരുടെ ജീവനും ബലികൊടുത്ത് നടത്തുന്ന യുദ്ധം. മനസാക്ഷിയുള്ളവർക്ക് ഈ യുദ്ധത്തെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് തുറന്നു പറഞ്ഞാണ് കെന്റ് സേവനം അവസാനിപ്പിച്ചത്. US യുദ്ധനയം കണ്ടും കേട്ടും ബോധിച്ചതിന്റെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നില്ല കെന്റിന്റെ വാക്കുകൾ. സ്വന്തം അനുഭവങ്ങൾ കൂടി ആ തീരുമാനത്തിന് കാരണമായിരുന്നിരിക്കണം. 2019 ട്രംപ് പ്രസിഡന്റായിരിക്കെ സിറിയയിൽ നടന്ന യുദ്ധത്തിനിടെയാണ് കെന്റിന് ഭാര്യ ഷനോൺ മേരി കെന്റിനെ നഷ്ടമായത്. US സൈനികരെ ലക്ഷ്യമിട്ട് നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് US നേവിയിലെ ക്രിപ്റ്റോളജിക്സ് ടെക്നീഷ്യനായിരുന്ന ഷനോൺ കൊല്ലപ്പെട്ടത്. അന്നും ട്രംപും US ഭരണകൂടവും ഇസ്രായേലിന് വേണ്ടി അനാവശ്യ ബാധ്യതകൾ പേറുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ US കൂടെ കൂട്ടിയ സഖ്യകക്ഷിയാണ് ഇസ്രായേൽ. അന്നു മുതൽ ഇന്ന് വരെ US ഭരണകൂടം ഇസ്രായേൽ ലോബിക്കും താല്പര്യങ്ങൾക്കും വിധേയമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരും. നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറം സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ അത്രത്തോളം ദൃഢമാണ് ഇരു രാജ്യങ്ങളുടെയും സഹകരണം. അത്യാധുനിക ആയുധങ്ങൾ, സൈനിക സാങ്കേതികവിദ്യ, സംയുക്ത പരിശീലനങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായമാണ് US ഇസ്രായേലിന് നൽകി വരുന്നത്. 10 വർഷത്തേക്ക് $38 ബില്യൺ സൈനിക സഹായം ലഭ്യമാക്കുന്ന കരാറിൽ 2019 US ഒപ്പുവെച്ചിട്ടുമുണ്ട്. ദ്വികോഷി വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സാങ്കേതികവിദ്യ, സ്റ്റാർട്ടപ്പ് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയുണ്ട്. പരസ്പരം നേട്ടമുണ്ടാക്കുന്ന തരത്തിലാണ് കരാറുകൾ. അതുകൊണ്ടാണ് മൊത്തം അറബ് ലോകം മറുചേരി നിൽക്കുമ്പോഴും US ഇസ്രായേലിനെ ചേർത്ത് നിർത്തുന്നത്. ആ തണലിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേൽ ലോകത്തെ കുട്ടിച്ചോറാക്കുന്നത്.